ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പ്രശാന്ത സുന്ദരമായ ദേവാലയത്തിലാണ് നാം ഇപ്പോൾ. ദൈവാലയം ദൈവാത്മാവിൻ്റെയും മനുഷ്യാത്മാവിൻ്റെയും സംഗമവേദിയാണ്. ദൈവത്തിൽ വിലയം കൊള്ളാനുള്ള അഭിനിവേശം മനുഷ്യാത്മാവിന് എന്നും സഹജമാണ്. എന്നാൽ ഈ ആത്മസായുജ്യം ഒരു നിമിഷം കൊണ്ടോ ഏതാനും ദിവസങ്ങൾ കൊണ്ടോ സാധ്യമാകുന്ന യാഥാർത്ഥ്യമല്ല. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സുശിക്ഷിതമായ സാധനയിലൂടെ മാത്രമേ ആത്മസാക്ഷാത്കാരം കൈവരിക്കാനാവുകയുള്ളൂ. അതിനുള്ള മാർഗമായി ആത്മീയ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന ധ്യാന സാധനയാണ് പ്രണിധാന ധ്യാനം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോല, ആവിലായിലെ അമ്മ ത്രേസ്യ, വിശുദ്ധ ബൊനവെഞ്ചർ തുടങ്ങിയ വിശുദ്ധാത്മാക്കൾ തങ്ങളുടേതായ ധ്യാന സരണികളിലൂടെ മുന്നേറി ആത്മസാക്ഷാത്കാരം നേടിയവരാണ്. ആത്മാർത്ഥമായ ആഗ്രഹവും സുശിക്ഷിതമായ പരിശ്രമവുമുണ്ടെങ്കിൽ ഏതൊരു സാധകനും ആത്മസായുജ്യത്തിൻ്റെ ഉന്നത പദവികളിൽ എത്തിച്ചേരാൻ കഴിയും. 10 ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഈ ധ്യാനോപാസനയിലൂടെ മുന്നേറാൻ നമുക്കേവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ഉദ്ഗീരണം ചെയ്ത പരിശുദ്ധ അമ്മ ത്രിത്വൈക ദൈവത്തെ ആത്മശരീര മാനസങ്ങളിൽ ഉപാസന ചെയ്തവളാണ്. നമ്മുടെ ഉള്ളിലും സജീവനായി സന്നിധി കൊള്ളുന്ന ത്രിത്വൈക ദൈവത്തെ ഉപാസിച്ചുകൊണ്ട് ത്രിത്വ കൂട്ടായ്മയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ധ്യാനത്തിൻ്റെ 1-ാം ഘട്ടം. ഈ ഘട്ടം ആരംഭിക്കേണ്ടത് ധ്യാനം തുടങ്ങുന്നതിന് മുൻപാണ്. ധ്യാന വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പും മനനവുമാണ് ഈ ഘട്ടത്തിൽ സംഭവിക്കേണ്ടത്. ധ്യാന വിഷയം വായിച്ചൊരുങ്ങി ഇഷ്ടപ്പെട്ട വചനം പല ആവർത്തി ഉരുവിട്ടുകൊണ്ടാണ് ധ്യാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം യെശയ്യാ പ്രവാചകനുണ്ടായ ദൈവദർശനമാണ്. യെശയ്യായുടെ പ്രവചനം അധ്യായം 6, 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്കിപ്പോൾ ധ്യാനപൂർവം ശ്രവിക്കാം. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ പൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇടകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവളും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവളുമാണ്. ഞാൻ
അശുദ്ധമായ അധരങ്ങളുള്ളവളും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവളുമാണ്. ഈ വചനം പല ആവർത്തി നമുക്കുരുവിടാം. ദൈവമേ, എൻ്റെ അശുദ്ധിയുടെ മേഖലയിലേക്ക് വിശുദ്ധിയായി പ്രകാശമായി അങ്ങ് കടന്നു വരണമേ. ധ്യാനത്തിൻ്റെ രണ്ടാം ഘട്ടം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ധ്യാനത്തിനുള്ള ശാരീരിക നില അഥവാ ആസനമാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. 1 മണിക്കൂർ നിശ്ചലമായി ധ്യാനിക്കുന്നതിനുള്ള ഒരു പോസ്റ്റർ ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. നിലത്തോ മറ്റേതെങ്കിലും ഇരിപ്പിടത്തിലോ ആയിരുന്നാലും നാം ഇരിക്കുന്ന ആ ഇടത്തെ വിശുദ്ധ കുരിശിനാൽ നമുക്ക് ആശീർവദിക്കാം. നട്ടെല്ല് നിവർത്തി പ്രാണായാമം ചെയ്ത് ആത്മശരീര മാനസങ്ങളെ ആഴമായ സ്വച്ഛതയിലേക്കും നിശബ്ദതയിലേക്കും നമുക്ക് ആനയിക്കാം. ഈ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയിലായിരുന്നുകൊണ്ട് ദൈവ സാന്നിധ്യം ഒരു കുളിർക്കാറ്റായി എന്നെ തഴുകി തലോടുന്നത് ഞാനിപ്പോൾ അനുഭവിച്ചറിയുന്നു. ഈ ദേവാലയത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ ചുറ്റും ചെറുതും വലുതുമായ അനേകം ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാം. ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിച്ചാൽ ഫാനിൻ്റെ സ്വരം, കുറച്ചകലെയായി മറ്റു ചില അപസ്വരങ്ങൾ, പ്രകൃതിയിൽ പക്ഷികളുടെ കലകൂജനങ്ങൾ, വാഹനങ്ങളുടെ ഇരമ്പൽ എല്ലാം എനിക്ക് കേൾക്കാൻ സാധിക്കും. ശബ്ദമുഖരിതമായൊരു ലോകത്താണ് ഞാൻ. എനിക്ക് കേൾക്കാവുന്ന അത്ര അകലത്തിലുള്ള സ്വരങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാം. അവിടെ നിന്ന് അടുത്തടുത്തുള്ള സ്വരങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ധ്യാനത്തിൻ്റെ 3-ാം ഘട്ടത്തിൽ ധ്യാനം ഫലപ്രദമാക്കുന്നതിനുള്ള ദൈവകൃപ യാചിക്കുന്നു. ജീവാത്മ പരമാത്മ സംഗമവേദിയാണ് ധ്യാനം. ഓരോ ധ്യാനത്തിലൂടെയും അനവധി ദൈവകൃപകൾ ദൈവം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഈ ധ്യാനത്തിലൂടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ദൈവകൃപയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമേ, യേശയ്യായ്ക്ക് അങ്ങ് നൽകിയതുപോലെ അങ്ങയെ മുഖാഭിമുഖം ദർശിക്കുവാനും സ്വർഗീയ ദർശനം ലഭിക്കുവാനും എനിക്കും കൃപയേകണമേ. സകലവും സൃഷ്ടിച്ച താരനേ, താരനേ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന പുത്രനേ, പുത്രനേ, ഞാൻ
ത്രിത്വമേ ത്രിത്വമേ ജീവജലമായി ശിലാഹൃത്തിനെ മൃദുലമാക്കുന്ന സ്നേഹമേ 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 ജീവജലമായി ശിലാഹൃത്തിനെ മൃദുലമാക്കുന്ന സ്നേഹമേ 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 താതനാ ആഭയേ പുത്രനാ യേശുവേ ആത്മനാ റൂഹായേ ആത്മനാ റൂഹായേ ത്രിത്വമേ 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 ദൈവവും മനുഷ്യനുമായുള്ള അനുരഞ്ജനമാണ് ധ്യാനത്തിന്റെ 4ാമത്തെ ഘട്ടം. ദൈവത്തോടും കൂടെ വസിക്കുന്ന സഹോദരങ്ങളോടും സഹജീവികളോടും അനുരഞ്ജനപ്പെടാതെ ദൈവദർശനമോ ദൈവാനുഭവമോ അസാധ്യമാണ്. അതിനാൽ നമ്മുടെ മാതാപിതാക്കൾ മുതൽ ഇന്നോളം നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള ഓരോ വ്യക്തിയോടുമുള്ള അനുരഞ്ജനം സാധ്യമാക്കാൻ നമ്മെ വേദനിപ്പിച്ചവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കാൻ ഈ ഘട്ടത്തിൽ നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവും സഹോദരങ്ങളുമായുള്ള ആത്മബന്ധത്തിൽ ആയിരുന്നാൽ മാത്രമേ ധ്യാനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധ്യമാകുകയുള്ളൂ. സ്വയം അംഗീകരിക്കുന്നതിൻ്റെ 5ാം ഘട്ടത്തിൽ നാം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളോട് സമരസപ്പെടുന്നു. എനിക്ക് അംഗീകരിക്കാനാവാത്ത, ഉൾക്കൊള്ളാനാവാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളും എന്നിലുണ്ട്. എൻ്റെ പൊക്കക്കൂടുതൽ അഥവാ പൊക്കക്കുറവ്, സൗന്ദര്യക്കുറവ്, കഴിവുകേടുകൾ, മങ്ങിയ നിറം, ബുദ്ധിശക്തിയിലുള്ള കുറവുകൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, എന്നിലെ ബലഹീനതകൾ എന്നിങ്ങനെ എനിക്ക് മാറ്റാൻ സാധിക്കാത്തതും ഞാൻ ഉൾക്കൊള്ളേണ്ടതുമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഓരോന്നും ഈ ഘട്ടത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. അവയെ ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. സമർപ്പണത്തിൻ്റെ 6ാം ഘട്ടത്തിൽ എന്നെയും എനിക്കുള്ളത് മുഴുവൻ ദൈവം എനിക്കായി സമ്മാനിച്ച സാധ്യതകൾ, എൻ്റെ ബലഹീനതകൾ, എൻ്റെ പരാജയങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, എത്ര ശ്രമിച്ചിട്ടും എത്തിപ്പിടിക്കാനാവാത്ത ജീവിത ലക്ഷ്യങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഭാധികാരികൾ, സഭാംഗങ്ങൾ, എൻ്റെ ജോലി വ്യഗ്രതകൾ, അസ്വസ്ഥതകൾ, എൻ്റെ ദുഃഖാനുഭവങ്ങൾ,
എൻ്റെ പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുള്ളവർ, ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർ എന്നിവരെയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ധ്യാനത്തിൻ്റെ മുഖ്യ ഭാഗത്തേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. ആത്മാവും ശരീരവും മനസ്സും സ്വസ്ഥമാക്കി സ്വച്ഛമാക്കി ധ്യാനത്തിൻ്റെ പ്രധാന ഘട്ടത്തിലേക്ക് നാം ഇനി പ്രവേശിക്കുന്നു. ഇനി ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിലെ സ്വച്ഛതയിലേക്ക്, ആത്മാവിൻ്റെ നിശബ്ദതയുടെ ആഴങ്ങളിലേക്ക്, ത്രിത്വൈക ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഇവിടെ ത്രിത്വൈക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. അപ്പസ്തോലൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. അതെ, എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ്. അവിടെ ത്രിത്വൈക ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ ഞാനിവിടെ മുഖാഭിമുഖം കാണുന്നു. യേശയ്യായ്ക്ക് ദേവാലയത്തിൽ വച്ചുണ്ടായ ദർശനം എൻ്റെ ഹൃദയത്തിൽ സാർത്ഥകമാകുന്നു. അതെ, പരമപരിശുദ്ധനായ ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു, എന്നിൽ വിശുദ്ധി നിറയ്ക്കാൻ. സർവാധിപനായ ദൈവം എന്നോട് കൂടെയുണ്ട്, എനിക്ക് എല്ലാം നൽകുന്നതിനായി. സർവശക്തനായ ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നു. സർവനന്മയായ ദൈവം എന്നിൽ നന്മ വിതറുന്നു. വിശുദ്ധിയുടെ നിറകുടമായ ദൈവം എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. സൗഖ്യശക്തിയായ ദൈവം എന്നിൽ ശാന്തി പകരുന്നു. പ്രകാശപൂർണനായ ദൈവം എന്നിൽ പ്രകാശമായി അവതരിച്ചിരിക്കുന്നു. മഹിമപ്രതാപവാനായ ദൈവം സകല മാലാഖമാരോടും വിശുദ്ധരോടും കൂടെ പ്രതാപവാനായി എൻ്റെ ഹൃദയത്തിൽ പള്ളിക്കൊള്ളുന്നു. അനുഗ്രഹ സ്രോതസ്സായ ദൈവം എന്നിലേക്ക് കൃപാസമൃദ്ധി വർഷിക്കുന്നു. സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ദൈവം ഇതാ എൻ്റെ ഉള്ളിൽ ദൈവസ്തുതിയുടെ ഗാനങ്ങൾ ആലപിക്കുന്നു. എന്നോടൊപ്പം മാലാഖമാർ, വാനാരൂപികൾ, വിശുദ്ധഗണങ്ങൾ ശ്രുതിമീട്ടി പാടുന്നു. അവരുടെ സംഗീതോപകരണങ്ങളുടെ മധുരഗീതികൾ എനിക്കിപ്പോൾ കേൾക്കാനാകും. സ്വർഗീയ സംഗീതം എൻ്റെ ഹൃദയഭിത്തികളിൽ അലയൊലികൾ ഉണർത്തുന്നു. അത്യുന്നതനായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവം അത്യുന്നതൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരമോന്നതൻ. എൻ്റെ കർണപുടങ്ങൾക്ക് ആനന്ദം നൽകുന്ന നവ്യമായ ആത്മീയ ഗീതം. മാലാഖമാരോടൊപ്പം ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധാത്മാക്കൾ, അപ്പസ്തോല ഗണങ്ങൾ, പരിശുദ്ധ അമ്മ, യൗസേ പിതാവ്, വിശുദ്ധ ഫ്രാൻസിസ്, വിശുദ്ധ ക്ലാര, ഫ്രാൻസിസ്കൻ സഭയിലെ വിശുദ്ധർ എല്ലാവരും ആനന്ദ നിർവൃതിയിലാണ്. ആ ആനന്ദാനുഭൂതിയിലേക്ക് അവർ എന്നെയും ക്ഷണിക്കുന്നു.
അവരോടൊപ്പം കൂടിച്ചേർന്ന് പാടാനും ആടാനും ദൈവത്തെ സ്തുതിക്കാനും എനിക്കും ആഗ്രഹമുണ്ട്. എന്നാൽ ആ വിശുദ്ധിയോട് അടുക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഏതോ ഒരു അന്ധകാരം എന്നെ പിന്നിലേക്ക് ഉൾവലിക്കുന്നു. അവരുടെ ആത്മീയ സ്വാതന്ത്ര്യം എനിക്ക് ലഭിക്കുന്നില്ലല്ലോ. ദൈവമേ, അവരോട് ചേരാൻ എനിക്ക് സാധ്യമാകുന്നില്ലല്ലോ. സ്വർഗത്തിൽ എൻ്റെ പേരെഴുതി എനിക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഇരിപ്പിടം എനിക്ക് കാണാനാകുന്നുണ്ട്. എത്ര മനോഹരമാണ് ആ ഇരിപ്പിടം! പക്ഷേ അവിടേക്ക് എൻ്റെ പാദങ്ങൾ ചലിക്കുന്നില്ല. ഏതോ അജ്ഞാത ശക്തി എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നു. എന്നെ സഹായിക്കണമേ ദൈവമേ. ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനയാണ്. അങ്ങയോടടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ആത്മാവിൻ്റെ രോദനം എൻ്റെ കർണപുടങ്ങളിൽ പ്രതിധ്വനിക്കുന്നു. ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവളും അശുദ്ധമായ അധരങ്ങളുള്ളവളുടെ മധ്യേ വസിക്കുന്നവളുമാണ്. എൻ്റെ അകൃത്യങ്ങൾ, ഞാൻ വേദനിപ്പിച്ച വാക്കുകൾ, എൻ്റെ വ്യർത്ഥ ഭാഷണങ്ങൾ, കോപിക്കുന്ന എൻ്റെ ശീലം, എൻ്റെ വാക്കുകൊണ്ട് മുറിവേറ്റ് പിടയുന്നവർ, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയ അനുഭവങ്ങൾ, ഇതെല്ലാം ഒന്നൊന്നായി എൻ്റെ മനോമുകുരത്തിൽ തെളിയുകയാണ്. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധിയിൽ ആയിരിക്കുവാൻ ഞാൻ തീർത്തും അയോഗ്യയാണ്. നിരവധിയായ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ കരുണയുടെ കരം എന്നിലേക്ക് തിരിക്കണമേ. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ ശക്തി എന്നിലേക്ക് അങ്ങ് പ്രസരിപ്പിക്കണമേ. കണ്ണീരോടെ, ആത്മവ്യഥയോടെ ഞാൻ ഓരോരോ പാപങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ അവിടുന്ന് തൻ്റെ തിരുനിണത്താൽ എൻ്റെ പാപമാലിന്യങ്ങൾ ഓരോന്നോരോന്നായി മായ്ച്ചു കളയുന്നു. വിശുദ്ധിയുടെ പ്രകാശം എൻ്റെ ആത്മശരീര മാനസങ്ങളെ പ്രോജ്വലിപ്പിക്കുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത ആത്മീയ ആനന്ദം, നവ്യമായ പ്രകാശം എൻ്റെ മനസ്സിലും ആത്മാവിലും നിറയുന്നു. എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, എന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവം, ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും കൃതജ്ഞതാഗാനമായി സ്തുതിയായി എന്നിൽ നിന്നുയരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. അവിടുന്ന് ബലിപീഠത്തിൽ നിന്നുള്ള കൊടിൽ കൊണ്ട് എൻ്റെ നാവിൽ സ്പർശിക്കുന്നു. എൻ്റെ അധരങ്ങൾ സംശുദ്ധമാക്കപ്പെടുന്നു. ആത്മീയമായ സ്വർഗീയമായൊരു തേജസ് എന്നെ ആവരണം ചെയ്യുന്നു. ആ സ്വർഗീയ അനുഭവത്തിൽ മതിമറന്നിരിക്കാൻ ദൈവം എന്നെ അനുവദിക്കുന്നു. എന്നെ കാണുന്ന ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു. അവൻ്റെ കണ്ണുകളിലെ ഉജ്ജ്വല പ്രകാശത്തിലേക്ക് മാത്രം നിർനിമേഷയായി നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം മന്ത്രിച്ചു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ ശാശ്വതമായ സമാധാനവും. ഒരു പുതിയ ഉൾക്കാഴ്ചയിലേക്ക് എന്നെ നയിച്ച ദൈവത്തോട് നന്ദി പറയുന്നതിന് മുൻപ് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു തീരുമാനം ഞാൻ എടുക്കുകയാണ്.
വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല എന്നൊരു ഉൾക്കാഴ്ച ദൈവം എനിക്ക് നൽകിയതിന് ദൈവമേ അങ്ങേക്ക് നന്ദി. കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലേക്ക് ഞാൻ വളർന്നാലേ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമാകുകയുള്ളൂ എന്നെ പഠിപ്പിച്ച ദൈവമേ അങ്ങേക്ക് നന്ദി. ഞാൻ ഇന്നൊരു തീരുമാനമെടുക്കുകയാണ്. ഇന്നത്തെ ദിവസം നാവുകൊണ്ട് ഞാനൊരു തിന്മയും ചെയ്യുകയില്ല. മറ്റുള്ളവരെ വേദനിപ്പിച്ചതിന് പരിഹാരമായി ഞാൻ അവരോട് മാപ്പപേക്ഷിക്കുകയും കൂടുതൽ സമയം ദൈവത്തെ സ്തുതിച്ച് എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. ദൈവമേ നന്ദി. കൃതജ്ഞതയുടെ ഒരു ഗാനം ഞാൻ അങ്ങേയ്ക്കായി ആലപിക്കട്ടെ. ഇന്നമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും ഇന്നമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ.